ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ പറയുന്നുണ്ട് ചന്ദ്രമോഹനോട്, ഇപ്പോൾ തനിക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നമില്ല, സുഖമായിട്ടിരിക്കുന്നുവെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. കാരണം തന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാനായിട്ട് മേനോൻ സാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് എൻ്റെ ജോലിയെന്ന്. സാറില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ, എന്തായാലും എന്നോടല്ല മീനാക്ഷി നന്ദി പറയേണ്ടത്, തന്നോട് തന്നെയാണ്. കാരണം താനാണ് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ചന്ദ്രമോഹൻ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് തുളസി വരുന്നത്. തുളസിയാണെങ്കിൽ കാറ് കാണുമ്പോൾ തന്നെ ആകെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ചന്ദ്രമോഹനാണെങ്കിൽ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം പ്രസന്നയോട് മീനാക്ഷി പറയുന്നു, എന്തൊരു സ്നേഹമാണല്ലമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അതുപോലെ ചന്ദ്രമോഹൻ സാർക്കും, നല്ല മാന്യന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പ്രസന്നയും പോവുകയാണ് പുറത്തേക്ക്. അങ്ങനെ തുളസിയാണെങ്കിൽ ചന്ദ്രമോഹനെ കാണും. ആകെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ചേട്ടനെപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, താനെന്തിനാ വന്നത്? അത് പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കാനായിട്ടാണ്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ മോളുടെ കാര്യം എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്ന് തുളസി പറയുമ്പോൾ, അതിനെന്തായിട്ടാണ് ഞാൻ ചെയ്തത്? നല്ല കാര്യം തന്നെയല്ലേ? അതെ, പ്രസവിച്ച പെണ്ണിന് മരുന്ന് കൊടുക്കുന്നത് തെറ്റാണോ? അതെ, എൻ്റെ ഭാര്യയെ 3 എണ്ണം പ്രസവിച്ചതാണ്. അവൾക്കറിയാം പ്രസവരക്ഷയ്ക്ക് നോക്കാനായിട്ട്. എന്നിട്ട് എവിടെയാ, മരുന്നുകളൊന്നും കാണുന്നില്ല. ഇത് കേട്ട് പ്രസന്നയും തുളസിയും ഒന്നും മിണ്ടുന്നില്ല. ചേട്ടാ, വെറുതെ ഓരോ ഭാഗ്യങ്ങൾ പുറംകാലം കൊണ്ട് തട്ടിക്കളയാൻ നോക്കല്ലേ. ആ കുഞ്ഞിന് ചേട്ടനിപ്പോൾ തീരെ ഇഷ്ടമല്ലെന്നറിയാം, പക്ഷേ അത് ശരിക്കും ചേട്ടൻ്റെ ഭാഗ്യമാണ്. ചേട്ടൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഇപ്പോൾ ചേട്ടൻ സമ്പാദിക്കുന്ന കാശും ഒക്കെ തന്നെ ആ കുഞ്ഞു മുഖേന വന്നതാണ്. അത് മറന്നു പോകരുത്. വെറുതെ എന്നെക്കൊണ്ടത് പറയിപ്പിക്കുമായിരുന്നു. ഇപ്പം ചേട്ടൻ അതിനെ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ദിവസം ചേട്ടൻ അതിനെ കാണാനായിട്ട് കൊതിക്കും. കാരണം അത് ചേട്ടൻ്റെ രക്തത്തിൽ കൂടി പിറന്ന കുഞ്ഞാണെന്ന് മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രമോഹൻ പോകുന്നു. ഇതൊക്കെ കേട്ട് തുളസിക്കാണെങ്കിൽ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അയാളാണെങ്കിൽ ചന്ദ്രമോഹൻ പോകുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പ്രസന്നയെ നോക്കും. പ്രസന്ന ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ചന്ദ്രമോഹൻ ഡ്രൈവിങ്ങിനിടയിൽ മേനോനെ കാര്യങ്ങൾ വിളിച്ചറിയിക്കാനായിട്ട് ഫോൺ ചെയ്യുകയാണ്. ഈ സമയം മേനോനും അങ്കിതയും മലേഷ്യയിലാണ്. മേനോൻ വനിത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിത ഇതാ ചന്ദ്രമോഹൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുകൊടുക്കുന്നത്. ചന്ദ്രമോഹ, പറയടാ, എന്തൊക്കെയായി കാര്യങ്ങൾ? സാറേ, 100% സക്സസ് ആണ്. അപ്പോൾ തുളസിയേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ മീനാക്ഷി നമ്മുടെ സ്റ്റാൻഡിൽ നിന്നു. എല്ലാവരും കാര്യം കഴിഞ്ഞാൽ പൈസ വാങ്ങി പോകുന്ന കൂട്ടത്തിലാണ്. പക്ഷെ മീനാക്ഷി അതുപോലെ അവൾ നല്ലൊരു പെണ്ണാണ്. കാരണം എല്ലാത്തിനും ഉപരി അമ്മ എന്നുള്ള കടമ നിർവഹിക്കണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. 90 ദിവസവും അവളുടെ കൂടെ കുഞ്ഞിനെ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ്, മീനാക്ഷി നല്ലൊരു പെൺകുട്ടിയാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ളൊരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അതും ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ. എന്തായാലും ഈ സമയം അങ്കിതയ്ക്കും മീനാക്ഷിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുകയാണ്. നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനു മുമ്പായി തന്നെ ചന്ദ്രമോഹനെ മേനോൻ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ചന്ദ്രമോഹൻ അല്ലാതെ മറ്റാർക്കും ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ്. പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തുളസിയാണെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുമായിട്ട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. പ്രസന്നയും അതുപോലെ തന്നെയാണ്. പിന്നീട് ഒരു ദിവസം കുളിക്കാനായിട്ട് പോകുമ്പോഴാണ് തുളസി ആ കുഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ ഒരു അറപ്പോട് കൂടിയിട്ട് നോക്കിയിട്ട് അയാൾ പോകുന്നു. അങ്ങനെ കണക്കുകളും മറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തുളസിയുടെ അരികിലേക്ക് പ്രസന്ന വരുന്നുണ്ട്. കുഞ്ഞിന് 28 എന്നുള്ള ചടങ്ങുണ്ട്. 28ാമത്തെ ദിവസമാണ്. അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നടത്തേണ്ടേ. കുഞ്ഞിപ്പോൾ നമ്മുടെ കയ്യിലില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തോന്നൊക്കെയാണ് നീ പറയുന്നത്? എനിക്കതൊന്നും നടത്താൻ പറ്റില്ല. കാരണം കല്യാണം കഴിയാതെ എൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാരെ മുഴുവനും വിളിക്കണോ? ഇതൊക്കെ കേട്ടുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛ, നാട്ടുകാരെ ആരെയും വിളിക്കേണ്ട, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ കുഞ്ഞിപ്പോൾ നമ്മുടെ കയ്യിലാണ്. ഈ കുഞ്ഞ് കാരണം കൊണ്ടാണ് നമുക്ക് മഹാലക്ഷ്മി വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇവളാണ് നമ്മുടെ തലവരെ മാറ്റിയത്. എൻ്റെ കുഞ്ഞ് രാജകുമാരിയാണ്. അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ ഉറപ്പായിട്ടും അവർ അവളെ പൊന്നിട്ട് മൂടിയേനെ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യേണ്ട. ചെറിയൊരു കറുത്ത ചരട് അത് മാത്രം കിട്ടിക്കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞാനൊന്നിനും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. അമ്മേ, അച്ഛൻ എന്താ ഇങ്ങനെ? അച്ഛൻ എൻ്റെ മോളോട് ഒരു ഇഷ്ടമില്ലെന്ന് പറയുമ്പോൾ, അച്ഛൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാലോ. പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഇതൊരു പെൺകുഞ്ഞാണ്. കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നിങ്ങനെ പറയുന്നു. അങ്ങനെ മീനു ആണെങ്കിൽ സങ്കടത്തോടെ പ്രസന്നയെ നോക്കുന്നുണ്ട്. പിന്നീട് മേനോനും അങ്കിതയും സർപ്രൈസായിട്ട് പ്രതാപൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രതാപൻ വാതിൽ തുറക്കുമ്പോൾ അവരാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നു. ഇതെന്തൊരു സർപ്രൈസാ? എന്താ വിളിച്ചു പറഞ്ഞില്ല? ഞങ്ങൾ സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. അയ്യോ, അത് മോശമായിപ്പോയി. താൻ പേടിക്കേണ്ടടോ, തനിക്കുള്ള സാധനം ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടെന്ന് മേനോൻ പ്രതാപനോട് പറയുന്നു. അങ്കിതയാണെങ്കിൽ കൃഷ്ണയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ അകത്തുണ്ടെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകം ക്ഷണിക്കണോ? അകത്തേക്ക് കയറിവാ എന്ന് പറഞ്ഞ് പ്രതാപനാണെങ്കിൽ അവരകത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൃഷ്ണ വരുന്നുണ്ട്. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാത്ത നിങ്ങൾ? അതെ, ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അപ്പം തന്നെ കിട്ടി. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് മേനോൻ പറയുന്നു.
അല്ല, പ്രത്യേകിച്ചൊന്നും വിളിച്ചു പറയാതെ വന്നപ്പോൾ ചോദിച്ചതാണ്. അതിന് ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ലല്ലോ വിളിച്ചു പറഞ്ഞിട്ട് വരാൻ. എന്തായാലും അവരതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ചായ വേണം അതോ തണുത്തത് എന്തെങ്കിലും വേണോ? ചായ മതി. അങ്ങനെ കൃഷ്ണയെ സഹായിക്കാൻ ഞാൻ വരാമെന്ന് അങ്കിത പറയുമ്പോൾ അങ്കിതയെ കളിയാക്കി കൊണ്ടിട്ട് മേനോൻ പറയുന്നുണ്ട് ഇന്നെങ്കിലും നല്ലൊരു ചായ കുടിക്കട്ടെ എന്ന്. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. പ്രതാപനോട് മേനോൻ പറയുന്നുണ്ട് കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ശരി, സമയമുണ്ടല്ലോ, നമുക്ക് ചെയ്യാം. അങ്ങനെ മീനുവാണെങ്കിൽ പതിവ് പോലെ കുഞ്ഞുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീനുവിന് പാലുമായിട്ട് പ്രസന്ന വരുന്നുണ്ട്. പ്രസന്ന പറയുകയാണ് 28 ചടങ്ങ് നമുക്ക് നടത്താം, പക്ഷേ കുഞ്ഞിനിടാനുള്ള പേരൊക്കെ നീ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1000 പേര് എൻ്റെ മനസ്സിലുണ്ടമ്മേ. പലപ്പോഴായിട്ട് ഞാൻ അവളെ അതൊക്കെ ചൊല്ലി വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പേരൊന്നും ആയിരിക്കില്ലല്ലോ അവർ മലേഷ്യയിൽ പോയ നമ്മുടെ കുഞ്ഞിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇടാനൊരു മടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പേരിടാം എന്നിങ്ങനെ പ്രസന്ന പറയുകയാണ്. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പോൾ 28-ന് നമുക്ക് പേര് വിളിക്കാമല്ലേ, ഞാനൊരു പേര് സെലക്ട് ചെയ്തിട്ട് അമ്മയോട് പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പ്രസന്നയാണെങ്കിൽ സന്തോഷത്തോടെ പാൽ ഗ്ലാസുമായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് മുകുന്ദനും അങ്കിതയും പ്രതാപനും കൃഷ്ണയും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലാണ്. അതായത് ദത്തെടുത്ത കുഞ്ഞിനെ ഞങ്ങൾ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ, ലീഗലായിട്ട് അങ്കിതയാണ് കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള പേപ്പർ ഉണ്ടാക്കണം. അതെങ്ങനെ ശരിയാവുക? അങ്കിതയാണ് കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് വരുത്തി തീർക്കണം എന്നിങ്ങനെ കൃഷ്ണയോടും പ്രതാപനോടും മേനോൻ പറയുന്നു. അയ്യോ, അതെങ്ങനെ നടക്കുക? അതൊക്കെ നടക്കും. ഇവിടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്താണോ അതൊക്കെ നടക്കാത്തത്? എല്ലാം നമുക്ക് സാധിച്ചെടുക്കാം. അതിനുള്ള വഴിയൊക്കെ കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നത്? ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി പോരെ? പറ്റില്ല. നാളെ മോള് വലുതാകുന്ന സമയത്ത് അവൾ ഞങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനേക്കാൾ നല്ലതല്ലേ അന്ന് ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പ്രതാപനോടും കൃഷ്ണയോടും മേനോൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.